ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ തഖ്വായിൽ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൊത്തക്കാൾ ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും മദീനയിലേക്ക് കടന്നു വന്ന ശേഷം അവരെ മുമ്പിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രതിബന്ധമായിരുന്നു അഹ്സാബ് യുദ്ധം. ആ ഒരു പശ്ചാത്തലം ചരിത്രത്തിൽ വലിയ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പോലും അത് എടുത്തു പറയുന്നുണ്ട്. മദീനയിലേക്ക് വന്ന് കാലുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ആ യുദ്ധത്തിൽ മദീനയിലെ തന്നെ സ്ഥലവാസികളായ ജൂതന്മാർ മക്കയിലെ മുസ്ലിങ്ങൾക്ക് പിന്തുണ കൊടുക്കുക. അപ്പോൾ അകത്തു നിന്നും പുറത്തു നിന്നും ഒരേ സമയത്ത് അതും അത്രയേറെ കഷ്ടതകളും ദാരിദ്ര്യവും കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിൽ അത്തരത്തിലൊരു യുദ്ധത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതൊരു പ്രായോഗികമായിട്ടും അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഘട്ടമാണ്. ആ സാഹചര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ചർച്ച ഒരുക്കുന്നത്. ആ ചർച്ചയിൽ പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസി റസൂലിൻ്റെ മുമ്പിൽ വെക്കുന്ന ഒരു യുദ്ധതന്ത്രമാണ് ആ യുദ്ധത്തിൽ വിശ്വാസികൾ ഉപയോഗിക്കുന്നതും യുദ്ധം വിജയിക്കുന്നതും. ആ തന്ത്രമാണ് കിടങ്ങ് കുഴിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാമെന്നല്ലാതെ നേർക്കുനേരെ നിന്നിട്ടുള്ള ഒരു സായുധ സമരം ഇവിടെ ഒരിക്കലും വിജയകരമാവില്ല. അത് കൂനുമേ കുറു എന്ന പോലെ പ്രയാസത്തിന് മേൽ പ്രയാസം വിശ്വാസ സമൂഹത്തിന് വരുത്തി വെക്കുമെന്നല്ലാതെ നേരിട്ടുള്ള തിരിച്ചുള്ള ആക്രമണം നമുക്ക് നന്നല്ല. മുതുകിലും കിട്ടും, മുമ്പിൽ നിന്നും ആക്രമണം ഉണ്ടാകുമെന്ന് വിശദീകരിക്കപ്പെടുകയും സൽമാൻ അൽ ഫാരിസിയുടെ അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ട് കിടങ്ങ് കുഴിച്ച് പ്രതിരോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ പറയുന്നത് നോക്കൂ, നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ നേതാവാണ്, വിശ്വാസ സമൂഹത്തിൻ്റെ നേതാവാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതരാണ്. അങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ, റസൂലിൻ്റെ മഹത്വങ്ങൾ വാഴ്ത്തിയാൽ തീരാത്ത വിധം മഹത്വങ്ങൾ അക്കമിട്ട് നിരത്താവുന്ന മഹോന്നതനായ പ്രവാചകൻ സാധാരണക്കാരായ തൻ്റെ അനുയായികളോട് ചർച്ചയ്ക്കിരിക്കുന്നു. സാധാരണയിൽ സാധാരണക്കാരനായി പ്രവാചകനൊപ്പം ചേർന്ന സൽമാൻ അൽ ഫാരിസി എന്നൊരു മനുഷ്യൻ്റെ അഭിപ്രായത്തെ അംഗീകരിക്കുന്നു. ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടൊരു പദ്ധതി തന്നെ തയ്യാറാക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെ അംഗീകരിക്കുന്നതിലും സ്വന്തം ജീവിതത്തിൽ എത്രത്തോളം വിനയം പുലർത്തുന്നതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എത്ര വലിയ മഹനീയമായ മാതൃകയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ വിനയം കാണിക്കുക, ദുരഭിമാന ബോധം കൈവിടിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം ഉൾക്കൊള്ളുക എന്നുള്ളത് വലിയ മനസ്സിൻ്റെ ഉടമകൾക്കേ സാധ്യമാകുകയുള്ളൂ. വലിയൊരു നന്മ കൂടിയാണ്, വലിയ അള്ളാഹുവിൻ്റെ ഒരു നിഅമത്തും അനുഗ്രഹവും കൂടിയാണ്. ഈ അള്ളാഹുവിൻ്റെ ഫബിമാ റഹ്മത്തും മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലിക്. റസൂലിനോട് ഖുർആൻ പറയുന്ന നബിയെ, അങ്ങക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകിയിട്ടുള്ളതാണ് ഈ സവിശേഷമായ വിനയം. ഈ വിനയം എന്നുള്ളത് പ്രവാചകത്വത്തിൻ്റെ, റിസാലത്തിൻ്റെയും നുബൂവത്തിൻ്റെയും ബഹുമതികൾ മുതുകിൽ പേറുമ്പോഴും അള്ളാഹുവിൽ നിന്ന് നിരന്തരമായ വഹ്യികൾ, ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, സാക്ഷാൽ പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ നിരന്തരമായി ലഭ്യമായിരിക്കുമ്പോഴും സാധാരണക്കാരായ പൗരന്മാർക്കിടയിൽ അവരിൽ ഒരാളായി വിനയത്തോടെ അവരിൽ ഒരു ആൾക്കൂട്ടത്തിൽ ഒരുവനെ പോലെ പെരുമാറാനും പ്രവർത്തിക്കാനും താങ്കൾക്ക് കഴിഞ്ഞത് അള്ളാഹു താങ്കൾക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അങ്ങ് അവരോട് എന്ത് ചെയ്യുക, വളരെ മയത്തിലും സ്നേഹത്തിലും വിനയത്തിലും പെരുമാറുന്നത്. ഇനി ഒരു പരുക്കൻ ശൈലിക്കാരനായിരുന്നു താങ്കളെങ്കിൽ, ഈ കടുത്ത ഹൃദയവും ഈ തനിക്കുള്ള ബഹുമതികളുടെ എല്ലാം ഈഗോയും തലയിൽ ചുമക്കുന്ന ഒരു പരുക്കൻ ശൈലിക്കാരനായിരുന്നു താങ്കളെങ്കിൽ ഈ ചുറ്റുമുള്ളവരെല്ലാം ഓടി അകലുമായിരുന്നു. ആർക്കും ഒരു അടുപ്പം തോന്നില്ല, നമ്മളോട് അടുക്കാൻ ആഗ്രഹവും തോന്നില്ല. ജനങ്ങൾ മാറി നടക്കുമായിരുന്നു ഒരു പ്രവാചകരെ എന്ന്. എന്നിട്ട് റസൂലിനോട് പറഞ്ഞത്, അതുകൊണ്ട് പ്രവാചകരെ അങ്ങേതെങ്കിലും വിഷയത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ ഒപ്പമുള്ളവരോട് കൂടിയാലോചിക്കൂ, ഒപ്പമുള്ളവരോട് താങ്കൾ കൂടി ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കൂ എന്ന് റസൂലിനോട് വിശുദ്ധ ഖുർആൻ
ഇത് ഖുർആൻ സംസാരിക്കുന്നത്. ഈ നമ്മൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ഉൾക്കൊള്ളാനുള്ള ഒരു പാകതയും പക്വതയും മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കണം. അതുകൂടിയാണ് വിനയം. അത് തന്നെയാണ് വിനയവും. അത് നമുക്കിന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ദുരഭിമാന ബോധം ഇന്ന് സമൂഹത്തിൽ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ പുതിയ തലമുറയിൽ, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ വല്ലാണ്ട് ദുരഭിമാന ബോധമുണ്ട്. വല്ലാത്തൊരു ദുരഭിമാനം ഉള്ളതുകൊണ്ട് പലതും ചെയ്യാൻ പോലും തയ്യാറല്ല. പബ്ലിക്കിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളായിട്ട് നിർമ്മിച്ചെടുത്തൊരു ഇമേജ് ഉണ്ട്. നമ്മളെല്ലാം എന്താണ് എന്ന്, നമ്മളെല്ലാം എവിടെ നിന്ന് വന്നു എന്ന്, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് എല്ലാവർക്കും വ്യക്തമായി ബോധ്യമുള്ളപ്പോഴും എല്ലാവരും കുല്ലുക്കും മിൻ ആദം ആദമും മിൻ തുറാബ്, മണ്ണിന് മീതെ അഹന്തയോടെ നിൽക്കുന്ന എല്ലാ മനുഷ്യന്റെയും തലക്കടിച്ച പ്രയോഗമാണത്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ് എല്ലാവരും. പിന്നെ പാരമ്പര്യം കൊണ്ട് ആരുടെ മേല മഹത്വം ഉന്നയിക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു മഹത്വം ആർക്കും ഇവിടെ വാഴ്ത്തിപ്പാടാനില്ല. ആദമാണെങ്കിലോ അവൻ മണ്ണിന്റെ സന്തതിയുമാണ് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ മണ്ണിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യൻ, എത്ര മയ്യിത്തുകൾ നമ്മൾ അടക്കി, എത്ര മനുഷ്യർ ഇവിടെ മരണപ്പെട്ടു പോയി. ആ മയ്യിത്തുകൾ കൊണ്ടുപോയി ഖബറിൽ വെച്ചിട്ട് നമ്മൾ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഈ മണ്ണിൽ നിന്ന് നീ വന്നു, ഈ മണ്ണിലേക്ക് നീ ഇതാ മടങ്ങിയിരിക്കുന്നു. ഇതേ മണ്ണിൽ നിന്ന് ഒരിക്കൽ കൂടി നീ വരേണ്ടതുണ്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്കെന്ന്. ഓരോ മനുഷ്യന്റെയും അവസാനം, തുടക്കവും ഒടുക്കവും ഈ മണ്ണിലാണെന്ന് കൃത്യമായി മനുഷ്യന് പഠിപ്പിക്കപ്പെട്ടപ്പോഴും ഈ മണ്ണിന് മീതെ എങ്ങനെയാണ് മനുഷ്യ പരസ്പരം നിങ്ങൾ അഹന്ത വെച്ചത്? നമുക്കിടയിൽ പരസ്പരം ഈഗോ കൊണ്ട് ഒരു ഇമേജ് നമ്മൾ ഉണ്ടാക്കുകയാണ്. സ്വയം ഒരു ഇമേജ് ഉണ്ടാക്കും. നമ്മൾ ഇതിനെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഒരു വലിയ സ്റ്റാറ്റസ് ഉള്ള ആളാണ്, വലിയ നിലവാരമുള്ള ആളാണ്, നമ്മൾ മഹാനാണ്, വലിയ യോഗ്യനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ നിൽക്കാൻ പാടില്ല, ചില പെരുമാറ്റങ്ങൾ ചെയ്യാൻ പാടില്ല, ചില പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കണം, ചില തൊഴിലുകൾ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് മുൻവിധിയോടെയുള്ള ഒരു സമീപന രീതി, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഏറ്റവും വലിയ ദുരഭിമാന ബോധം കൊണ്ടു നടക്കുന്ന ഒരു സമൂഹം മലയാളികൾ നെഞ്ചിലേറ്റിയ ഏറ്റവും വലിയ ഒരു രോഗമാണ് ദുരഭിമാനം എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഏറ്റവും വലിയ തൊഴിൽ രഹിതർ മലയാളികളായി മാറിയത്. തൊഴിലില്ലാത്തത് കൊണ്ട് മാത്രമല്ലല്ലോ ഇവിടെ തൊഴിൽ രഹിതരുണ്ടായത്. പല തൊഴിലും ചെയ്യാൻ നമ്മുടെ അഭിമാന ബോധം അനുവദിക്കുന്നില്ല. അത് ദുരഭിമാനമാണ്. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടിയെടുത്തത് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടും വിദ്യാസമ്പന്നർ നേടിയെടുത്ത ദുരഭിമാനം മാത്രമാണ്. അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഠിപ്പുണ്ടെങ്കിൽ, മക്കളൊക്കെ പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം വേണം. എന്തിന് വിദ്യാഭ്യാസം വേണം, എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതൊക്കെ വേറൊരു ഭാഗമാണ്. നമ്മൾ എന്തിനാ വിദ്യ അഭ്യസിക്കുന്നത്? അജ്ഞതകൾ നീക്കണം. മനുഷ്യൻ ഒന്നും അറിയാത്തവനായി വന്നു, പക്ഷെ അറിവിന്റെ എല്ലാ വാതിലുകളും തുറന്നു നോക്കാനുള്ള കഴിവ് അവന് കൊടുത്തിട്ടുണ്ട്. അന്വേഷിക്കാനും പഠിക്കാനുമാണ് ഈ ജീവിതമെന്ന് മനുഷ്യനെ ഉപദേശിക്കുന്ന വിശുദ്ധ ഖുർആൻ. പഠിക്കണം, മരണം വരെയും പഠിക്കണം. മരണം വരെയും പഠിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും പുതിയ അറിവുകൾ മനുഷ്യൻ നേടിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാവുക. പക്ഷെ ഈ അറിവ് അന്വേഷിക്കുന്നതിന് വേണ്ടിയാ അജ്ഞത ദൂരീകരിക്കണം. ഓരോ അറിവും നമ്മുടെ മുമ്പിൽ ഇരുട്ട് മാറ്റി വെളിച്ചം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അതാണ് ആവശ്യമെന്നുള്ളത്. പ്രധാനമായിട്ടും മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം നമുക്ക് ലഭ്യമാകണം. അത് അനിവാര്യതയാണ്. ഇനി തൊഴിലിന് വേണ്ടി പഠിക്കാമോ? പഠിക്കാം. തൊഴിലിന് വേണ്ടിയും പഠിക്കണ്ടെന്ന് പറയുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നയം അതാണിപ്പോ. തൊഴിലിന് വേണ്ടിയുള്ള പഠിത്തമാണ് നടക്കുന്നത്. പക്ഷെ തൊഴിലിന് വേണ്ടി ഇക്കണക്കിന് പഠിക്കണോ? ഇങ്ങനെ പഠിച്ചാൽ ആ പഠിപ്പിന്റെ പേരിൽ മനുഷ്യൻ എന്തുകൊണ്ട് ഒരു ഈഗയുള്ളവനായി, ഒരു ദുരഭിമാനിയായി മാറുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇത്രയൊക്കെ നമ്മൾ ഒരു മനുഷ്യ ജീവിതം നമുക്കറിയാം, വളരെ ചെറിയൊരു കാലഘട്ടം. മാബൈന സിത്തീന വസബിഐന എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക ചരിത്രത്തിലെ ഏറ്റവും ചെറിയ മനുഷ്യർ നമ്മളാണ്. ഏറ്റവും ചെറിയ ആയുസ്സുള്ള മനുഷ്യർ നമ്മളാണ്. 60-നും 70-നും ഇടയിൽ ശരാശരി പ്രായമുള്ളവരാണ് നമ്മൾ മനുഷ്യർ. നമ്മുടെ ഈ 60-നും 70-നും ഇടയിൽ പ്രായമുള്ളപ്പോ അവിടെ ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, മധ്യവയസ്കതയുണ്ട്, വാർദ്ധക്യമുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായി അല്ലാഹു ജീവിതത്തെ സംവിധാനിച്ചു. ഓരോ ജീവിത ഘട്ടത്തിനും കുറെ മേന്മകളുണ്ട്, നന്മകളുണ്ട്, സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. ഓരോ കാലഘട്ടത്തിലുമുണ്ട്. ഇതെല്ലാം കടന്നു വരേണ്ടവരാണ് നമ്മൾ. അതൊക്കെ ജീവിതം അനുഭവിക്കേണ്ടത്. നമ്മൾ ജീവിതം അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത്. പഴയ ഒരു 10-25 വർഷം പുറകോട്ട് പോയാൽ ലോകത്തെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് യുവത്വമാണ്. യുവാവാകണം എന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതിനപ്പുറത്തൊന്നുമില്ല. വയസ്സായാലും ആ യൗവനം തിരിച്ചു കിട്ടിയെങ്കിൽ മോഹിക്കും. കുട്ടികളെല്ലാം യുവത്വം ആഗ്രഹിക്കും. അത് തന്നെയാണ് കാര്യം. എന്നാൽ ഒരു 25-30 കൊല്ലം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ യുവാക്കൾ അഥവാ വിവാഹം കഴിഞ്ഞു, കുടുംബത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുത്തു, തൊഴിലെടുത്ത് ജീവിക്കാൻ തുടങ്ങിയ ഒരു യുവാവിനോട് ചോദിച്ചാൽ അവ ഏറ്റവും നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ പറയും, പഴയ ബാല്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. എല്ലാവർക്കും എന്നോട് സ്നേഹമുള്ള, ഇഷ്ടത്തിന് കളിക്കാവുന്ന, വിശക്കുമ്പോൾ ആഹാരം തരാൻ ഒരു ഉമ്മയുള്ള ആ പഴയ ബാല്യമാണ്. കാരണം അവരെനിക്ക് വിശക്കുമ്പോഴേക്കും എനിക്ക് ടെൻഷനില്ല. എനിക്ക് ആഹാരം അവർ വിളമ്പി വെച്ചിരിക്കും.
എനിക്ക് പറമ്പിലൊക്കെ ഓടി നടന്ന് കളിക്കാൻ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അഴിച്ചുവിട്ടൊരു പട്ടം പോലെ എത്ര സ്വതന്ത്രമായിരുന്നു. വലിയ സന്തോഷങ്ങൾ നേടിയെടുത്ത കാലഘട്ടമാണ് ബാല്യകാലഘട്ടം. അതുകൊണ്ട് ആ ബാല്യം തന്നെയായിരുന്നു. ഇപ്പോൾ ഈ യുവത്വത്തിന്റെ ബാധ്യതകൾ പേറുമ്പോൾ ആ ചെറിയ പഴയ ബാല്യം കടന്നു വന്നെങ്കിൽ എന്ന് മോഹിക്കും എന്നതാണ് പഴയ കാലഘട്ടം. ഏതൊരു മനുഷ്യനും അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് യുവാക്കളെക്കാൾ വലിയ ബാധ്യതയുള്ളത് ഈ ലോകത്ത് നിന്ന് ജീവിക്കുന്നവരിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള സമൂഹം വിദ്യാർത്ഥികളാണ്. അവരെക്കാൾ പണിയെടുക്കുന്ന ആരും ഇവിടെ ഇല്ല. 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെയാണ് മാക്സിമം ഒരു തൊഴിലാളിയുടെ സമയം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ വിശ്രമമാണ്, അത് കഴിഞ്ഞാൽ റെസ്റ്റാണ് അവന്റെ ടൈം എന്നുള്ളത്. പക്ഷെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ നേരം വെളുത്താൽ ഉറങ്ങുന്നത് വരെയും പണിയാണ്. ആ പണി മാത്രമല്ല, പ്രഷറോ, ആ വലിയ പ്രഷറാണ്, വലിയ സമ്മർദ്ദമാണ്, മാനസിക സമ്മർദ്ദമാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത്. അത് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ, വീട്ടിനകത്ത് വന്ന വീട്ടിൽ അങ്ങനെയാണ്. രക്ഷകർത്താക്കൾ ഇങ്ങനെ ഒരു വണ്ടിക്കാളയെ പോലെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ലക്ഷ്യത്തിൽ 1ാം റാങ്കുകാരനാക്കണം, 1ാം റാങ്കിൽ എത്തിക്കണം, വലിയ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയെടുത്ത് ഉന്നതമായ തൊഴിൽ ഇവനെ കൊണ്ട് അവരോധിക്കുന്നത് വരെയും രക്ഷകർത്താക്കൾക്ക് വിശ്രമമില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇവനെ നേരം വിളിച്ചുണർത്തി ഇങ്ങനെ പഠിക്കാൻ പറഞ്ഞു വിട്ടാൽ ഉറങ്ങാൻ കിടക്കുന്നവരെയും ഈ ഓട്ടത്തില. അപ്പൊ ആ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സൂംബ ഡാൻസ് കളിക്കാന്ന്, അവിടെയാണ് ഈ വിഷയം വന്നത്. ഡാൻസ് കളിപ്പിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് കൊണ്ട് സമ്മതിക്കുന്നല്ലോ, എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട് ഇത്രയും വലിയ 25 കൊല്ലമൊക്കെ ഒരാൾ വിദ്യാർത്ഥി കാലഘട്ടം, അടച്ചിട്ട റൂമുകളിൽ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതം കളയുന്നത്, അവന്റെ ജീവിതത്തിന്റെ പകുതി 25ാം വയസ്സിൽ എന്താ എന്നെന്ന് അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. 25 വയസ്സുള്ളവനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 വയസ്സുള്ളപ്പോൾ കൊണ്ട് കയറുന്ന ഒരു ബാഗും ഒരു വാട്ടർ ബോട്ടിലും ഒരു പെൻസിലും സിലേറ്റും കൊണ്ട് സ്കൂളിന്റെ പഠിച്ചുകൂട്ടിയിട്ട് 25ാമത്തെ വയസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഉന്നതമായൊരു തൊഴിലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും പഠിച്ച് ഓരോ പഠിപ്പിനും ഓരോ സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന ലക്ഷങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഓരോ ഡിഗ്രിക്കും ഡിപ്ലോമയ്ക്കും പഠിക്കാൻ വേണ്ടി ഓരോരുത്തരും സമ്പാദ്യം വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വർഷക്കണക്കിന് കളയാണ്. വർഷങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദുരഭിമാന ബോധം ഉണ്ടല്ലോ, അത് നമ്മൾ വല്ലാതെ വെട്ടിയാടും. കുറെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു കടയിൽ കയറിയിട്ട് ക്യാഷ്യറായിട്ടിരിക്കും? കുറെയൊക്കെ പഠിച്ചു പോയില്ല, ഒരു ഓട്ടോയും കൊണ്ട് സ്റ്റാൻഡ് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല, അത് നടക്കൂല. അഭിമാനം അനുവദിക്കുന്നില്ല. ഒരു ചെറിയൊരു പോസ്റ്റിലേക്ക്, ഒരു കടയിലേക്ക് ഒരു സെയിൽസ്മാൻ ആയിട്ട് നിൽക്കാൻ കഴിയും നമ്മളെ കൊണ്ട്? ഇല്ല, കഴിയില്ല. അങ്ങനെ ഒരുപാട് പണികൾ, സ്വന്തമായിട്ടൊരു കോൺട്രാക്ട് എടുത്തിട്ട് പെയിന്റ് അടിക്കാരെ കെട്ടിടങ്ങൾക്ക് പെയിന്റ് അടിക്കുന്ന പരിപാടി, അല്ലെങ്കിൽ കൃഷി പരിപാടി, അങ്ങനെ എന്തെങ്കിലും നടക്കും നമ്മളെ കൊണ്ട്? ഇല്ല, നമ്മൾ കുറെ പഠിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ പഠിക്കാൻ വേണ്ടി മുടക്കിയ മുതലിന് മീതെ ഇനിയും പണം മുടക്കിയിട്ട് നമ്മളൊരു ജോലി കൂടി ഒപ്പിക്കും. 10-25-30 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു ജോലി കിട്ടും. അങ്ങനെ എല്ലാവർക്കും കിട്ടൂല. കാരണം നമ്മളവിടെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിദ്യ അഭ്യസിക്കണം, തൊഴിലിന് വേണ്ടി വിദ്യ അഭ്യസിക്കാം. ആ തൊഴിൽ എന്നുള്ളത് അതൊരു പബ്ലിക് സർവീസാണ്. ഏത് ജോലി നമ്മൾ ചെയ്യുമോ അതിലൊരു സർവീസ് ഉണ്ട്, അതായത് പൊതു സ്വഭാവമാണ്. ഏതെങ്കിലും ജോലി ചെയ്തിട്ട് നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു സർവീസാണ്. ആ സർവീസ് സമൂഹം ആവശ്യപ്പെടണം. എവിടെ പട്ടാളത്തിന് സേവനം ചെയ്യാൻ ആളില്ല. ഈ ജീവൻ പണയപ്പെടുത്തിയ ഒരു ജോലിയാണ്. ഈ രാജ്യത്തിന്റെ കാവൽക്കാരാകാൻ പട്ടാളക്കാരില്ല. ആരും മുന്നോട്ട് വരുന്നില്ല ധൈര്യപ്പെട്ട്. എങ്കിൽ മുന്നോട്ട് വരണം. സാലറി കുറവാണെങ്കിലും ഇത് നാടിന്റെ ആവശ്യമാണ്. അവിടെ ഒരു തൊഴിലുണ്ട്, ഒരു സർവീസ് ഉണ്ട്, ഒരു സാലറി ഉണ്ട്. വരണം. അധ്യാപക വൃത്തിക്കാളില്ല, കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കാൻ ആളില്ല. നമ്മൾ മുന്നോട്ട് വരണം. നമ്മളെ മക്കളെ അധ്യാപകരാക്കാൻ പഠിപ്പിക്കണം. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കാൻ ആളില്ല, ഡോക്ടർമാർ ലഭ്യമല്ല, ജനസംഖ്യ അനുപാതം അനുസരിച്ച് ചികിത്സ കിട്ടുന്നില്ല. എങ്ങനെ നമ്മളെ മക്കൾ അതിന് വേണം, മെഡിക്കൽ രംഗത്ത് പഠിക്കാൻ വിടണം. ഇവിടെ അങ്ങനെയാണോ പ്രശ്നം ഉള്ളത്? ഒരു പോസ്റ്റ് ഒഴിവുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആയിരക്കണക്കിന് മനുഷ്യർ വന്നിട്ട് ക്യൂ നിൽക്കും. എല്ലാം യോഗ്യന്മാരാണ്. ഈ യോഗ്യതകളാണ് നമ്മളെ നീ വല്ലാത്ത വളർത്തിയിട്ടുണ്ട്. നീ പഠിച്ചിട്ട് ആവശ്യം തൊഴിൽ കിട്ടിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന തൊഴിൽ ജനങ്ങൾക്ക് കൂടി ആവശ്യമുള്ളതായി മാറുമ്പോഴാണ് അത് സമൂഹത്തിന് സർവീസായി മാറുക. നിങ്ങൾ സമൂഹത്തിന് ബാധ്യതയായി മാറാതിരിക്കുക. ഇല്ലെങ്കിൽ ഒരു പോസ്റ്റിന് വേണ്ടി വലിയ അടിയുണ്ടാവും. പിന്നെ ഡൊണേഷനുകൾ അങ്ങോട്ട് കൊടുക്കുക. സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടി തുടങ്ങിയ പഠനം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും മുടക്കിയിട്ട് പഠിച്ചിട്ടും നീ യോഗ്യനായിട്ട് പോലും പണം കൊടുത്ത് ജോലി കയറേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? എല്ലാം പണം മുടക്കി പഠിച്ചു, പണം കൊടുത്ത് ജോലിയിലും കയറി. നിന്റെ ജോലി എന്താണ്? നിന്റെ ജോലി എന്നുള്ളത് സർവീസാണ്, ജനങ്ങളെ സേവിക്കലാണ്. നിനക്കിവിടെ എന്ത് ചെയ്യണം? നിന്റെ മുമ്പിൽ വരുന്ന രോഗികളെ ചികിത്സിക്കലാണ് ജോലി. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നീ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യണത്? അവന് സർവീസ് ചെയ്യണില്ല വേണ്ടത്. ഇല്ല, നോക്കി മുടക്കിയ പൈസയുടെ കണക്ക് നോക്കുമ്പോൾ, പഠിച്ചുപോയ കാലഘട്ടത്തിന്റെ കണക്കെടുക്കുമ്പോൾ ഇത് ലാഭകരമാക്കണമെങ്കിൽ കമ്മീഷൻ വേണം. മരുന്ന് കമ്പനിക്കാരുടെ കമ്മീഷൻ വേണം. അതുകൊണ്ട് ഇല്ലാത്ത രോഗങ്ങളും ഇല്ലാത്ത മെഡിസിനുകളും എഴുതാൻ നിർബന്ധിതരായി മാറും.
ഗവൺമെന്റ് ഡോക്ടർ ആയിരിക്കുമ്പോൾ തന്നെ പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ റൂമിൽ വന്ന് കണ്ട് കൈമടക്ക് തരുന്നവർക്ക് മാത്രം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രത്യേക പരിഗണന കൊടുക്കും. അവർക്ക് ആവശ്യമായതൊരു പക്ഷേ ടൂൾസുകൾ സർജറിക്ക് വേണ്ടി മറ്റ് ഹോസ്പിറ്റലിൽ എടുക്കും. ബാക്കിയുള്ളവർക്ക് പുറത്തു നിന്ന് വാക്കാൻ ബാധ്യത ഉണ്ടാക്കേണ്ടി വരും. അത് മറിച്ച് കരിഞ്ചന്തയിൽ വിൽക്കേണ്ടി വരും. അങ്ങനെ പലതരത്തിലുള്ള അഴിമതികൾ കാണിക്കേണ്ടി വരും ഓരോ ഉദ്യോഗ രംഗത്തും. ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. സർവ്വ മേഖലയിലും അഴിമതി ഉണ്ടായതിന്റെ കാരണവും ഈ പണം കൊടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. വിദ്യാഭ്യാസം മനുഷ്യന്റെ അവകാശമാണ്, അത് പണം കൊടുത്ത് പഠിക്കേണ്ടതല്ല. അതൊരു ഭാഗം ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വിദ്യാഭ്യാസം മറ്റൊരു ചർച്ചയാണ്. അപ്പൊ സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ട് ഇത്രയും ബാധ്യതകളുള്ള സ്ട്രെസ് ഉണ്ടാവും. അതിനെന്താ ചെയ്യാനുള്ളത്? ജീവിതം നഷ്ടപ്പെടുന്നത് 25-30 കൊല്ലവും പഠിക്കുന്ന ഈ വിദ്യാഭ്യാസത്തിന് ഇത്രയും വലിയ ടൈം. മനുഷ്യന് ജീവിതം എവിടെയാണ് ഇരിക്കുന്നത് അറിയാമോ? പകലാ ജീവിതം, രാത്രി ഉറക്കമാണ്. മനുഷ്യൻ ഉറങ്ങി എണീക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇടമായി മാറിയില്ലേ വീടുകളും? നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ എപ്പോഴാണ് ഉള്ളത്? രാത്രി ഉറങ്ങാൻ വരുമ്പോ ഉണരുമ്പോ അവർ പിന്നെ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങാണ്. അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉമ്മയ്ക്കും വാപ്പയ്ക്കുമൊപ്പം മക്കളുള്ള സമയം ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. അതവിടെ നിന്ന് സദാചാരം പഠിക്കാനില്ല, ഉമ്മയും വാപ്പയിൽ നിന്ന് പഠിക്കാനോ ഒന്നും പഠിക്കാനില്ല. അവർ ഉറങ്ങിക്കിടക്കാണ്. അവർ നന്മ പഠിച്ചിട്ടുണ്ടെങ്കിലും തിന്മ ശീലിച്ചിട്ടുണ്ടെങ്കിലും കാരണക്കാർ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. മുഴുവൻ സമയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരെ മുമ്പിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആഭാസതരങ്ങൾ, മയക്കുമരുന്നും ലഹരികൾ ഉപയോഗിക്കുന്ന ആരാണ്? വിദ്യാർത്ഥികളാ. എവിടെ നിന്ന് കിട്ടുന്നത്? സ്കൂളിൽ പോയിട്ടാ. ഒരു ഉമ്മയും വാപ്പയും അവരെ വീടിന്റെ പരിസരത്ത് നിന്നും മിക്കവാറും അങ്ങ് ലഹരി കിട്ടാറില്ല. തുടക്കം അങ്ങനെയല്ല. അവര് കൺവെട്ടത്ത് മക്കൾ ഇത് ഉപയോഗിക്കാറില്ല. അതിനുള്ള സാഹചര്യങ്ങൾ പോലും വരാറില്ല. അത്രയും കരുതലോടെ രക്ഷകർത്താക്കൾ നോക്കിയിരിക്കും. പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതായി ശീലമായി. സ്കൂളുകളിൽ നിന്നാണ് കടന്നു വരുന്നത്. ലൈംഗിക ആഭാസതരങ്ങൾ കുട്ടികൾ പഠിക്കുന്ന എവിടെ നിന്നാണ് പഠിക്കുന്നത്? സ്കൂളുകളിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പൊ ഈ ട്രിവാൻഡ്രത്ത് തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടുത്തെ ഹൈസ്കൂളിലെ പെൺകുട്ടി ഗർഭിണിയാണ്, പ്രഗ്നന്റ് ആണെന്ന് ഒരു പെൺകുട്ടി. അപ്പൊ ഇത് എന്തുകൊണ്ട്? സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുന്ന നിയമ സംവിധാനമുള്ള നാട്ടിൽ എവിടെ എന്ത് നോക്കിയാലും സ്ത്രീ എന്ന് പ്രത്യേകം കാണും. ഷീ ടാക്സി സ്ത്രീകൾക്ക് വേണ്ടി. കാരണം എന്തിനാ ഇങ്ങനെ ഒരു ടാക്സി എന്ന് വെച്ചാൽ അവരെ സുരക്ഷ കണക്കാക്കിയിട്ടാണ്. എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടി പ്രത്യേകം ടോയ്ലറ്റ് സുരക്ഷ കണക്കാക്കിയിട്ടാണ്. അവർക്ക് വേണ്ടി പ്രത്യേക റിസർവേഷൻ സുരക്ഷ കണക്കാക്കിയിട്ടാണ്. അവർക്ക് വേണ്ടി പ്രത്യേക സീറ്റുകൾ സുരക്ഷ കണക്കാക്കിയിട്ടാണ്. എല്ലാം സുരക്ഷയ്ക്ക് വേണ്ടിയാകുമ്പോൾ അവർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആണിനൊപ്പം കൊഞ്ചിക്കുഴയണ്ട എന്നും സുരക്ഷിതമായി വസ്ത്രം ധരിക്കാനും ഒരുമിച്ചുള്ള ആട്ടവും പാട്ടും വേണ്ട എന്ന് പറഞ്ഞാൽ ആ മാന്യത അംഗീകരിക്കാൻ അതെന്താ സമ്മതിക്കാത്ത ആൾക്കാർ? അത് ഇസ്ലാം പറഞ്ഞത് നമ്മൾ അംഗീകരിക്കില്ല. മുസ്ലിങ്ങൾ ഇസ്ലാമും പറഞ്ഞ അതിനെ വിപരീതമേ നമ്മൾ പറയൂ എന്ന് വാശി കാണിക്കുന്ന കുറെ മാധ്യമവർഗവും കുറെ മൂരാച്ചിമാരും. എന്നിട്ട് നമ്മളാണ് പുരോഗമനത്തിന് വിരുദ്ധരെന്ന് വിപ്ലവം മുഴക്കുക, മുദ്രാവാക്യം മുഴക്കുക. എക്സസൈസുകളാകാം. നമ്മൾ അരമണിക്കൂർ സ്കൂൾ കൂട്ടുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ, വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ പകൽ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സുകൾ വരാത്ത വിധത്തിലേക്ക് പാഠ്യപദ്ധതികൾ ലഘൂകരിക്കുകയും കുട്ടികൾ അല്പസമയമെങ്കിലും മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും കളിക്കാനും രസിക്കാനും വീട്ടിൽ അവസരം ഒരുക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുക. മാക്സിമം സ്കൂളിൽ വന്നാൽ പഠിപ്പിക്കുക. പഠിപ്പ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കുട്ടികൾ വീട്ടിൽ രക്ഷകർത്താക്കൾക്കും കളിക്കാനും ചിരിക്കാനും ഒക്കെ അവർക്ക് അവിടെ അവസരം കൊടുക്കുക. നന്നായി വളരെ മക്കള് വഴിപിഴയ്ക്കാതെ ജീവിക്കണമെങ്കിൽ, അവർ നന്നായി ജീവിക്കണമെങ്കിൽ അതാണ് ആവശ്യം. ഇവിടെ സമയം കൂട്ടിയിട്ട് ഡാൻസ് പഠിപ്പിക്കുക, അതിന്റെ ആവശ്യകത ഇല്ലായിരുന്നു. ഈ സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് അവരെന്ത് ചെയ്യുക? ഈ ബാധ്യതകൾ ഒഴിവാക്കുക. രക്ഷകർത്താക്കൾ അധ്യാപകരും കൂടി ടെൻഷൻ പിടിപ്പിക്കാതിരിക്കുക. പറ്റുന്ന പഠിക്കും. ഓരോരുത്തർക്കും ഒരു അഭിരുചിയുണ്ട്, അതനുസരിച്ച് പഠിക്കട്ടെ. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും പോലെ കൂട്ടിയാ കൂടാത്തത് ചില കുട്ടികളുടെ മണ്ണിൽ അടിച്ചെടുപ്പിക്കുമ്പോൾ പിന്നെ താരതമ്യം നടത്തുമ്പോൾ അവൻ മിടുക്കനാണ്, നീ മിടുക്കനല്ല, അവൻ 50 നിനക്ക് 5 മാർക്കാണ് എന്നതൊക്കെ ഒരു മനുഷ്യനെ മാനസികമായി വേദനിപ്പിക്കും. കുട്ടികളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് അതൊക്കെ. അതുണ്ടാകാൻ പാടില്ല. തോറ്റവനെയും വിജയിച്ചവനെയും അംഗീകരിക്കുന്നതാണ് ലോകത്തിന് നല്ല ചരിത്രം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും പ്രോത്സാഹനം കിട്ടണം. അതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വേണ്ടത്. അതൊരു ഭാഗം. പക്ഷെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞവന്റെ വിഷയം നമുക്ക് പറയാനുള്ളത്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദുരഭിമാന ബോധം കാരണം സമൂഹത്തിലെ പല തൊഴിലുകൾ നമ്മൾ വിട്ടു നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യില്ല. ഒരു കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാർ നമ്മുടെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പബ്ലിക്കായിട്ട് ഒരു പൊതു അങ്ങാടിയിലൂടെ വീട്ടിലേക്ക് ഒരു അല്പം പച്ചക്കറി പോലും വാങ്ങിച്ചുകൊണ്ട് വരാൻ കഴിയാത്ത വിധം മലയാളികൾ ദുരഭിമാന ബോധം അവനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ്. ഇന്ന് പഠിച്ച് ഒരുപാട് ബിരുദങ്ങളായി മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഇന്നും കാശിന്റെ ഗുണമില്ല. അവന് അനുയോജ്യമായ തൊഴിൽ കിട്ടി, അതുകൊണ്ട് തൊഴിൽ വേറെ നോക്കുന്നില്ല. എന്നാൽ പിന്നെ അങ്ങാടിയിൽ പോയി ഒരല്പം പച്ചക്കറിയോ പലചരക്കോ വാങ്ങിക്കൊണ്ടുവരാൻ ഇത്രയും ബിരുദമുള്ള ഞാൻ സഞ്ചിയും കൊണ്ട്, അതെങ്ങനെയാണ് ഉമ്മ ഞാൻ സഞ്ചിയും കൊണ്ട് വരിക? റോഡിലൂടെ ഞാൻ ഈ സഞ്ചിയും പിടിച്ചെങ്ങനെ വരും? അപ്പൊ പിന്നെ എന്താ ചെയ്യുക? അപ്പൊ ഉമ്മ പോയിട്ട് വരാൻ. അപ്പൊ ഞാൻ അങ്ങനെ മക്കൾ ഇവിടെ ഇരിക്കുക, ബിരുദം കൊണ്ട് ഇവിടെ ഇരിക്കുക, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാൻ. പല വീടുകളിലും പലചരക്ക് വാക്കാൻ ഇന്നും ഉമ്മമാരും അപ്പമാരും പോണം. റോഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? വിറക് കെട്ടുകൊണ്ട് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയും? ഇന്നത്തെ മലയാളിക്ക് ഒരു സൈക്കിൾ ചവിട്ടി പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? റോഡിലൂടെ മില്ലിന്ന് മാവ് പൊടിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? മീൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ കഴിയോ നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക്?
ഇല്ല, ഇതൊക്കെ നമുക്ക് കുറച്ചിലായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് നിങ്ങൾ മനുഷ്യർ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് ഇടിയും. ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ റോഡിലൂടെ വരിക, ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുക. എന്താ അവസ്ഥ? വാപ്പാരെ ബൈക്ക് എന്ത് കംപ്ലൈന്റ് ആയി, വർഷാപ്പിൽ കൊണ്ട് തൊട്ടടുത്ത വർഷാപ്പ് റോഡിൽ മക്കൾ ഇതൊന്ന് അവിടെ ഉരുട്ടി വെക്കാൻ. വണ്ടി എന്നാലും ഓടിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് ഞാൻ ഈ വണ്ടി ഉരുട്ടിക്കൊണ്ട് ഈ നാട്ടിലൂടെ ഞാൻ പോയാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിക്കപ്പ് വിളിക്കാൻ ഒരു 100 മീറ്റർ ഒരു വണ്ടി റോഡിലൂടെ ഉരുട്ടിക്കൊണ്ട് പോയാൽ എന്റെ അഭിമാനം ഇടിഞ്ഞു പോകുമെന്ന് കണക്കാക്കുന്ന ഒരു ദുരഭിമാന ബോധം ഉണ്ടല്ലോ, അതാ മലയാളി പിടിപെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലോകത്തിന്റെ നേതാവ് വീട്ടിൽ തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാലിലെ ചെരുപ്പൂരിട്ട് തച്ചിട്ടുണ്ട്. പൊട്ടിപ്പോയ ചെരുപ്പ്, ആ ചെരുപ്പ് തയ്ക്കാൻ തുടങ്ങിയപ്പോൾ അത് മുഹമ്മദ് റസൂൽ തന്നെയാണ്. തച്ച് കഴിഞ്ഞപ്പോഴും മുഹമ്മദ് റസൂൽ തന്നെയാണ്. ഒന്നും ഇടിഞ്ഞു പോയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മുമ്പോ ശേഷോ നമ്മുടെ മഹത്വങ്ങൾ നമ്മൾ അന്യായമായി വേറെ ചിന്തിക്കാണ്, വേറൊരു ഇമേജ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ലോകത്ത് റസൂലുള്ളാഹി ജീവിച്ച് മരിച്ചൊരു കാലഘട്ടം ഉണ്ടല്ലോ, ആ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഒരിക്കൽ പോലും മേശപ്പുറത്ത് പ്ലേറ്റ് വെച്ച് ആഹാരം കഴിച്ചിട്ടില്ല. തറയിലിരുന്ന് ആഹാരം കഴിക്കുക. തറയിൽ നിന്ന് നബി തങ്ങൾ ആഹാരം കഴിക്കുന്നത് കണ്ടൊരാൾ പറഞ്ഞു, ഒരു അടിമയെ പോലെ ഇരുത്തത്തിലും കഴിപ്പിലുമൊക്കെ ഒരു അടിമയെ പോലെയാണല്ലോ കാണുന്നത്. ഒരു അടിമ എങ്ങനെയാണോ ഇരുന്നത്, ഒരു അടിമ എങ്ങനെയാണ് ആഹാരം കഴിക്കാൻ വേണ്ടി അയാൾ ശരീരം വെക്കുന്നത്, അതുപോലെ ഇരുന്ന് നിലത്തിരുന്ന് കഴിച്ചൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിന് മുമ്പോ ശേഷോ പ്രവാചകന്റെ മഹത്വം കുറഞ്ഞു പോയോ? കിസ്രയുടെയും കൈസറിന്റെയും ഹുർമുസിന്റെയും സാമ്രാജ്യങ്ങളെക്കുറിച്ചും അവരുടെ രാജകീയ വാഴ്ചകളെക്കുറിച്ചും ഒരുപാട് കേട്ടറിവുള്ള അറബികൾക്ക് നടുവിൽ അറബി സമൂഹം ഒന്നടങ്കം തലയിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനയോലപ്പാറയിൽ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആ മുഖത്ത് പാടുമായിരിക്കുമ്പോഴും മുഹമ്മദ് റസൂൽ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ മഹത്വം കുറഞ്ഞു പോയോ? അവിടെ മഹത്വവും കുറഞ്ഞിട്ടില്ല, ഒരു മഹത്വവും കുറഞ്ഞിട്ടില്ല. മഹത്വം എന്നുള്ളത് നിങ്ങൾ കണക്കാക്കുന്ന ഈ മഹത്വവും അഭിമാനവും എന്നുള്ളത് ഇവിടെ എങ്ങുമല്ല. മനുഷ്യൻ വിനയം കാണിക്കണമെന്ന് അതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ ഹൗന. ഒരു മനുഷ്യൻ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരാരെന്ന് പറയുമോ, അവർ വിനയത്തോടെ നടക്കുന്നവരാണ് എന്ന്, ജീവിതത്തിൽ വിനയം മുഖമുദ്രയാക്കുന്നവരാണെന്ന്. സത്യത്തിൽ നമ്മൾ ചെയ്യാനുള്ള എന്തറിയാമോ? നമ്മുടെ ഈ തലമുറ നമ്മളെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ അവരെ കൊണ്ടൊന്നും പേടിപ്പിക്കേണ്ട. എന്നാലും എല്ലാ ദിവസവും ഒരു ചാക്കിനകത്ത് ഒരു സഞ്ചിക്കകത്ത് ഒരു പഞ്ഞ് വെച്ചിട്ട് തലയിൽ വെച്ച് കൊണ്ടുവരാൻ അങ്ങാടികൾ നടക്കാൻ പറയണം. അവന്റെ ദുരഭിമാന ബോധം മാറാനെങ്കിലും ഉപയോഗപ്പെടും. വെറുതെ നമ്മൾ മക്കളെ അത് ശീലിപ്പിക്കണം, വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണം. ചെറുപ്രായത്തിലെ അവർ റോഡിലൂടെ ഇത് കൊണ്ടും പോയി വന്ന് നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ജോലിയും കിട്ടാതിരിക്കുമ്പോൾ ആ അങ്ങാടിയിൽ ഒരു കടയിൽ കയറി നിൽക്കാൻ ഒരു മടിയുണ്ടാവില്ല. നമുക്ക് അന്നം നൽകുന്ന തൊഴിൽ ഏതാണെങ്കിലും മഹത്തരമാണ്. അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അത് മനസ്സിലാക്കാണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് ഏതുമായിക്കൊള്ളട്ടെ, അതൊരു പ്രൊഫഷണലായിട്ട് നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ അത് നമുക്ക് അഭിമാനമുള്ള സംഗതിയാണ്. വിദേശ രാജ്യങ്ങൾ നമ്മൾ ഇവിടെയൊക്കെയാണ് ഈ ദുരഭിമാനം. മലയാളിക്കുള്ള ഇത്രയും വലിയ ദുരഭിമാനം വേറെ ആർക്കും ഉണ്ടാവില്ല. ജപ്പാനിലും ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന് ഉതകുന്ന വിധത്തിലുള്ള തൊഴിൽ ആ രാജ്യം തന്നെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവരുടെ ആ തൊഴിലെല്ലാം സേവനമായ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇതിന് ഈ ഈഗോ ഇല്ല. കിട്ടുന്ന തൊഴിൽ ഏതും പഠിച്ചാലും ഡിപ്ലോമ, അവർ ബാർബർ ഷോപ്പ് പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും. അതിന് ഡിപ്ലോമ ഉണ്ടായിരിക്കും. അവർക്ക് മുടി വെട്ടാൻ സർട്ടിഫിക്കറ്റ് ഉള്ള, ഔദ്യോഗികമായി അതിനുവേണ്ടി അംഗീകാരം ലഭിച്ചിട്ടുള്ള ലൈസൻസ് ഉള്ള ഒരു തൊഴിലാളിയായിരിക്കും. അവൻ ആ ജോലി അഭിമാനത്തോടെ ചെയ്യും. കശാപ്പുകാരന് ഡിപ്ലോമ ഉണ്ട്, അവൻ അഭിമാനത്തോടെ തൊഴിൽ ചെയ്യും. ഡോക്ടർമാരും സൈക്കിൾ കൊണ്ട് ഒതുക്കിയിട്ട് കയറിപ്പോവും ഹോസ്പിറ്റലിനകത്ത്, സൈക്കിൾ എടുത്ത് വീട്ടിൽ തിരിച്ചും പോകും. നമ്മളെ കൊണ്ട് കഴിയും ഇതൊക്കെ. അതാണ് നമ്മളെ ഈ ജാടയുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു പുറംപൂച്ചൊരു ദുരഭിമാനത്തിന്റെ ഒരു വലയമുണ്ട്. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പുറത്തു വരാൻ കഴിയുള്ളൂ. എങ്കിലും മലയാളി നന്നാവൂ. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അഖ്നബ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അമീറുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ നായകനാണ്. വീട്ടിനകത്ത് അദ്ദേഹം വളരെ കാര്യഗൗരവപ്പെട്ട ചർച്ചകളായിരിക്കുമെന്ന് കണക്കാക്കി വരുമ്പോൾ തൊഴുത്തി നിൽക്കുകയാണ് ഈ മനുഷ്യൻ. തൊഴുത്ത് നിന്ന് കുതിരയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു, അയ്യോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഈ കുതിരയെ കുളിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നു എന്ന്. ഞാൻ നിൽക്കുന്നില്ല, നീ എൻ്റെ കൂടൊപ്പം കുടിക്കോ, നമ്മൾ രണ്ടുപേർ കൂടെ ആ സൈഡിൽ നിന്ന് നീ തേക്കാൻ, ആ സൈഡിൽ നിന്ന് നീയും കൂടെ നിന്നാൽ മാത്രമേ ഇതിന് പണി തീരുള്ളൂ. ബൈത്തുൽ മാലിലേക്ക് വന്ന ഈ പൊതുസ്വത്തിൽപ്പെട്ട ഈ കുതിരയെ കുളിപ്പിക്കുന്നത് കൂടി എന്റെ ചുമതലയിൽപ്പെട്ടതല്ലേ, ഞാൻ ചെയ്തത് കൊണ്ട് ഒന്നും കുറഞ്ഞു പോകാനില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാ അവരുടെ മാതൃക എന്നുള്ളത്. അവരുടെ മാതൃക അതാണ്. ഇവിടെ എങ്ങുന്നില്ല, റസൂലിന്റെ ജീവിതത്തിലും സഹാബത്തിന്റെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഒരു സംഘം ആൾക്കാർക്കൊപ്പം യാത്ര പോയി റസൂലുള്ളാഹി വിശ്രമിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും, അവരുടെ ജോലികൾ ഷെയർ ചെയ്തു. റസൂലുള്ളാഹി പറഞ്ഞു, വിറക് ഞാൻ ശേഖരിക്കാമെന്ന്.
റസൂല് അങ്ങ് വിശ്രമിക്കൂ, ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയാൻ അവർ സന്നദ്ധരായിരിക്കുമ്പോഴും അവർ തയ്യാറായപ്പോഴും റസൂല് പറഞ്ഞു അത് വേണ്ട, നമ്മളെല്ലാവരും ഒരു സംഘം ആൾക്കാരാണ്, ഒരു കൂട്ടം ആൾക്കാരാണ്, ഒരുമിച്ചൊരു കൂട്ടുകാരെ പോലെയാണ്. അതുകൊണ്ട് ജോലി ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ അവകാശം, എൻ്റെ ഓഹരി ഞാൻ ചെയ്യാൻ ബാധ്യതപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാൻ വിറക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ പ്രവാചകന്റെ ലാളിത്യമുണ്ടല്ലോ, അതിലെ നമുക്ക് മാതൃകയുള്ളത്. അതാ നമുക്ക് വേണ്ടത്. ഒരു അടിമയെ ജോലി ഏൽപ്പിച്ചാൽ ആ ജോലിയിൽ നീ അവരോടൊപ്പം നിന്ന് സഹായിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരാളൊരു ജോലി ഏൽപ്പിച്ചാൽ ജോലി അയാൾ നമ്മളെ അടിമ തന്നെയാണ്. അടിമ തന്നെ ആയിരിക്കുമ്പോൾ പോലും അയാൾ ഏൽപ്പിക്കുന്ന ജോലിയിൽ നീ ഒപ്പം നിന്ന് സഹകരിക്കണമെന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അതാ റസൂലിന്റെ മാതൃക എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ അപർണയോട് ആജ്ഞാപിക്കാൻ ഒരിക്കലും അനുവാദമില്ല. അതവിടെ അങ്ങ് കൊണ്ടുപോവാ, ഇങ്ങോട്ട് എടുത്തോണ്ട് പോവാ, അങ്ങോട്ട് പോ, ഇതൊന്നുമില്ല. നമുക്കെന്ത് ആവശ്യമുണ്ട്? ഒരു മനുഷ്യന്റെ വിനയത്തിന്റെ വലിയ മുഖമുദ്രയാണ് നമ്മുടെ ആവശ്യങ്ങൾ സ്വയം നിറവേറുക എന്നുള്ളത്. സ്വയം എന്ത് തയ്യാറെടുക്കുക. നമുക്കൊരു ആവശ്യമായത് ആഹാരം കഴിക്കാൻ വേണമെങ്കിൽ ആഹാരം തയ്യാറാക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു വാഹനത്തിന് കീ എടുക്കണം, ഇതിന് മുകളിൽ റൂമിൽ ഇരിക്കുകയാണ്, കീ താക്കോൽ എടുക്കേണ്ടതുണ്ട്, നമ്മൾ കൂടെ നിൽക്കുകയാണെങ്കിൽ കയറി പോയിട്ട് വേണം, ഒരാളെ ഒന്നെടുത്തോണ്ട് പാടെ എന്ന് പറയുന്നൊരു ആജ്ഞശൈലി ഉണ്ടല്ലോ, അതില്ല. അത് അഹന്തയെ മനുഷ്യനുണ്ടാക്കുള്ളൂ. അവനവന്റെ കാര്യങ്ങൾ സ്വയമായി ചെയ്യുന്ന രീതിയും അതിൽ പബ്ലിക്കിന്റെ ഇടയിൽ നിസ്സാരമെന്ന് നമ്മൾ കണക്കാക്കുന്ന, വീട്ടിൽ നമ്മൾ നിസ്സാരമെന്ന് കണക്കാക്കുന്ന, വീട്ടിൽ ഭാര്യയെ സഹായിക്കുക, ഉമ്മയെ സഹായിക്കുക, പാപ്പയെ സഹായിക്കുക, വിറക് കീറി ഓർമ്മ ഉണ്ടാവും. ഈ പുതിയ തലമുറയ്ക്ക് വിറക് കീറാറില്ല, അവർക്ക് ആ പടിയൊന്നും ചെയ്യിക്കില്ല. അതിനുള്ള ആൾക്കാരല്ല എന്നാ. അടുക്കളയിൽ കണ്ടിട്ടുണ്ടാവും അവര്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരുപാട് ജോലികളുള്ള വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളെങ്കിൽ മുറ്റമടിക്കുന്നത് കൊണ്ട് അങ്ങനെ അതൊന്നും നമുക്ക് പറയില്ല, നമുക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മുൻവിധിയോടെ നിൽക്കണം നമ്മള്. ഇതൊക്കെ സഹായിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ ഭാര്യമാരെ സഹായിച്ചിട്ടുണ്ട്. പൊതുനിരത്തിൽ ഇറങ്ങി റസൂലുള്ളാഹി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും. അങ്ങാടിയിൽ കണ്ട മനുഷ്യന്റെ കയ്യിൽ തഴമ്പ് കണ്ടിട്ട് ആ കയ്യിൽ ചുംബിച്ചു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്വാനിക്കുന്ന കൈകളാണെന്ന്. അധ്വാനിക്കുന്ന, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കൈകൾ, അത് സ്ത്രീകളെയും പുരുഷന്മാരെ അഭിനന്ദിച്ചിട്ടുണ്ട്. ജഅഫർ ബിൻ അബി ത്വാലിബ്, അബൂ ത്വാലിബിന്റെ മകനാണ് ജഅഫർ. അദ്ദേഹത്തിന്റെ ഭാര്യ കാരക്കക്കുരുകൾ ശേഖരിച്ച് കച്ചവടം ചെയ്യുമായിരുന്നു. കുടുംബം പോറ്റേണ്ടതെന്ന് ആ ജോലി അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ ചുമന്ന് വരുമ്പോൾ റസൂലുള്ളാഹി അവർക്ക് എന്ത് ചെയ്തു? അവർക്ക് സഹായം കൊടുക്കേണ്ട, വാഹനം വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വാഹനം നിങ്ങൾ ഉപയോഗിച്ചോളാൻ. ആ ചുമടുമായി തന്റെ പ്രിയപ്പെട്ടവൾ ജഅഫർ ബിൻ അബി ത്വാലിബിന്റെ ഭാര്യയാണ്, അലി റളിയല്ലാഹു അൻഹു സഹോദരന്റെ ഭാര്യ, പ്രവാചകനും അത്ര അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പൊ ആ കുടുംബത്തിലെ ഒരു സ്ത്രീ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് റസൂൽ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരോട് ആ വാഹനം കൊടുക്കാന്ന് പറഞ്ഞ സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ പബ്ലിക്കിനിടയിൽ പൊതുവായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, നമ്മൾ നിസ്സാരമായി കണക്കാക്കി അകറ്റി നിർത്തുന്നത് പോലും അഭിമാനത്തോട് ചെയ്തവരവര്. അത് വേണം നമുക്ക്. ദുരഭിമാനം വലിച്ചെറിഞ്ഞിട്ട് നമ്മളാക്കി തീർത്ത ഒരു സമൂഹം നമുക്ക് ചുറ്റും നമ്മൾ എന്നെങ്കിലുമായി, നമ്മളെന്നും കാക്കാശിന്റെ വരുമാനമുണ്ടായി കുടുംബം നോക്കുന്ന ഒരു നല്ല നാളെ നോക്കിയിരിക്കുമ്പോ ആ പണി ഏതാണെങ്കിലും ചെയ്യാൻ തയ്യാറാവണം. പിന്നെ മലയാളികൾക്ക് പുച്ഛ മനോഭാവം മാറ്റണം. നിങ്ങളെ ചെയ്യുന്നില്ല, ചില ആരെങ്കിലും ഒക്കെ തയ്യാറായി വരും. കുടുംബം പോറ്റണ്ടേ? ഇനി അർഹതപ്പെട്ടതും വലിയ ജോലി നോക്കിയിരുന്ന ഒന്നും നടക്കൂല എന്ന ബോധ്യമുള്ള ആൾക്കാരൊക്കെ കിട്ടുന്ന ജോലിയൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ, അവർക്ക് കിട്ടുന്ന ഏതെങ്കിലും ജോലി ചെയ്യുമ്പോൾ ആ തൊഴിലിന് മേലിൽ അധിക്ഷേപിക്കുന്ന, അതിൻ്റെ പേരിൽ നിസ്സാരമായി കണക്കാക്കുന്ന ഒരു സാഹചര്യം, അത് നമ്മൾ ഒഴിവാക്കാനെങ്കിലും തയ്യാറാണ്. അവൻ സ്വയം ഒരു തൊഴിൽ കണ്ടെത്തി അത് ചെയ്യുന്ന അഭിമാനത്തോടെ ആരെയും മുമ്പിൽ കൈനീട്ടാതെ യാചിക്കാതെ ജീവിക്കാണ്. ആ തൊഴിൽ എന്തുമായിക്കൊള്ളട്ടെ, അയാൾ അംഗീകരിക്കാൻ കഴിയണ്ടേ? അയാൾ അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണ്ടേ? പലപ്പോഴും നമ്മൾ അംഗീകരിക്കാറില്ല. നിന്നയാണ്. ആ നിന്ന എവിടെ നിന്ന് പ്രകടമാവുന്നു? പലപ്പോഴും ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ, വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച വരുമ്പോൾ, ഓട്ടത്തൊഴിലാളിയാ, അതങ്ങ് വേണ്ട, അവൻ അതേ ഉള്ളൂ എന്ന്. ഓട്ടത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ വില കുറച്ച് കാണാൻ എന്താ സംഗതി ഇരിക്കുന്നത്? വ്യക്തിത്വം എന്നുള്ളത് തൊഴിലിൽ നിങ്ങൾ ചേർത്ത് വായിക്കാൻ പാടില്ല. ശമ്പള സ്കെയിൽ നോക്കിയിട്ടാണോ നിങ്ങൾ ഒരു വ്യക്തിയുടെ മഹത്വം അളക്കുന്നത്? അവിടെയാണല്ലോ ജനങ്ങൾ എന്നെ മാറി ചിന്തിക്കുന്നത്. ഇനി ഇതൊന്നും വേണ്ട, എൻ്റെ മക്കൾക്ക് ഇത് വേണ്ട, എൻ്റെ മക്കൾക്ക് ഇത് വേണ്ടാന്ന്. ഏത് വേണ്ടാന്ന്? തൊഴിൽ, ഈ കൂലിപ്പണി എടുക്കുന്ന പരിപാടി വേണ്ടാന്ന്, കൃഷിപ്പണി മണ്ണിപ്പണി എടുക്കുന്ന പരിപാടി വേണ്ടാന്ന്, മത്സ്യക്കച്ചവടം വേണ്ടാന്ന്, ഈ പരിപാടി വേണ്ടാന്ന്. എല്ലാവരും അങ്ങനെ തീരുമാനിച്ചാൽ, നിങ്ങൾ എല്ലാവരും ഡോക്ടർ എഞ്ചിനീയർ ആവണമെങ്കിൽ എവിടെ നിന്ന് നിങ്ങൾ കഴിക്കുക, എവിടെ നിന്ന് നിങ്ങൾ കുടിക്കുക? ആരാ നിങ്ങൾക്കിത് വിൽക്കുക? എവിടെ നിന്നുണ്ടാവും? അടിസ്ഥാന വർഗം കർഷകരാണ്. ആ കർഷകരോളം മഹാനായ ഒരു തൊഴിലാളിയും ലോകത്തില്ല. ലോകത്ത് അന്നം സമ്പാദിക്കുന്നവൻ തൊഴിലാളി, കർഷകൻ മാത്രമാണ്. നമ്മളൊക്കെ അത് തിന്നുണ്ട് നിറഞ്ഞിട്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കാണ്. അവന് ആ തൊഴിൽ മേഖലയിലേക്ക് ആരെങ്കിലും എങ്ങനെയെങ്കിലും എൻ്റെ മകനൊരു കർഷകനാക്കണം എന്ന് ചിന്തിച്ച ആരെങ്കിലും ഉണ്ടോ? കൃഷിയിലേക്ക് വിടാമെന്ന് ഇല്ല, ആർക്കും ഒരു ചിന്തയില്ല. അത് വളരെ വില കുറഞ്ഞൊരു ജോലിയാണ്, നിലവാരമില്ലാത്ത നിലനിൽപ്പില്ലാത്ത ജോലിയാണ്. കർഷകന് പെണ്ണ് കൊടുക്കാനെങ്കിലും നമ്മളാരും തയ്യാറാവില്ല.
ഈ കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനവും സമൂഹത്തിലില്ല. അത് സർക്കാർ സംവിധാനം മുതൽ താഴോട്ടും ഇങ്ങോട്ട് തുടങ്ങിയാൽ ജനങ്ങളുടെ മനസ്സിൽ പോലും മതിപ്പില്ലാത്തവൻ. അവരെ കഷ്ടപ്പാടുണ്ടല്ലോ, അവർ കഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്ത് മനുഷ്യൻ ഇന്നും അന്നം കഴിക്കുന്നത്. അതല്പം കൂടി ശാസ്ത്രീയമായിട്ട് വളരെ വിജയകരമായിട്ട് ചെറിയ പീരീഡ് കൊണ്ട് തന്നെ വലിയ വിളവെടുപ്പുന്ന വിധത്തിൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് ശാസ്ത്രീയമായി എങ്ങനെ കൃഷി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യൻ സമ്പന്നനാകാം, കുടുംബം പോറ്റാം, സമൂഹത്തിന് സേവിക്കാം എന്നതുകൂടി ആലോചിക്കേണ്ടതും അത്തരം മേഖലയിലേക്കും തലമുറയെ കൊണ്ടുവരേണ്ടത് കൂടി നമ്മുടെ ബാധ്യതയായിരിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളൊക്കെ മാറിപ്പോയില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പൊതുവിൽ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു ഈഗോ ഉണ്ടല്ലോ, ദുരഭിമാനം, മലയാളികൾ പേറുന്ന ആ ദുരഭിമാന ബോധം വലിച്ചെറിയുക, മണ്ണിൽ വിനയത്തോടെ സഞ്ചരിക്കുക, നമ്മൾ സ്വയം എന്തോ ആണ് എന്നൊരു തോന്നൽ അവസാനിപ്പിക്കുക. നമ്മുടെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയല്ല നമ്മുടെ തൊഴിലോ അല്ലെങ്കിൽ സമൂഹത്തിൽ താഴെത്തട്ടിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളോ. നമ്മളെ ചെരുപ്പ് കയ്യിലെടുത്തു കൊണ്ടുപോയാൽ പോലും നമ്മുടെ മഹത്വം കുറയാനില്ല. നമ്മളുടെ ചെരുപ്പ് പൊട്ടിപ്പോകുമ്പോൾ അത് കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങൾ കാണുക നിങ്ങൾ പോയത് കൊണ്ട് ഒരു മഹത്വവും കുറയാൻ പോകുന്നില്ല. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും അതിൽ പലചരക്ക് സാധനവും നിങ്ങൾ തോളിലേറ്റിക്കൊണ്ടുപോയാൽ ഒരു മഹത്വം നിങ്ങൾക്ക് കുറയാൻ പോകുന്നില്ല. ആരാ ഇത് കുറച്ച് കാണുക? ഇപ്പോഴത്തെ പരിഷ്കാരികളായ ചില കൂട്ടുകാരായിരിക്കും. ആയിക്കോട്ടെ, അവര് കണ്ടിട്ട് ചിരിക്കണേ, ചിരിച്ചോട്ടെ, കുഴപ്പമില്ല. സമൂഹത്തിന്റെ മാറ്റിയെടുത്ത് നമുക്ക് ആവശ്യമാണിത്. പൊതുവിൽ ഓരോരുത്തരായി മാറാൻ തയ്യാറാകണം. ഈ ഈഗോ ഒക്കെ അവസാനിപ്പിച്ചിട്ട് ലോകത്തിന്റെ പ്രവാചകൻ ജീവിച്ചു പോയൊരു മാതൃകയുണ്ട് നമ്മുടെ മുമ്പിൽ. നുബുവത്തും റിസാലത്തുമുള്ളപ്പോഴും ഏറ്റവും വിനയാന്വിതനായി മണ്ണിൽ ജീവിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിനയം മാതൃകയാക്കി ജീവിക്കാൻ തയ്യാറാവുക. അതിലൂടെ മാത്രമാണ് നമുക്ക് വിജയമുണ്ടാവുക.